ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് മാങ്ങാച്ചാറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ നന്നായി കഴുകി തുടച്ച് അത് കുറച്ച് വലിയ കഷ്ണമാക്കി അരിഞ്ഞിട്ട് ഞാനൊന്ന് വെയിൽ കൊള്ളിക്കുന്നുണ്ട്. നന്നായി വെയിൽ ഒന്ന് കൊണ്ട ശേഷം ഒരു ദിവസം മൊത്തം വെയിൽ കൊള്ളണം. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഉലുവ, കടുക്, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, ഉണക്കമുളക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തിട്ട് ഞാനത് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് വല്ലാതെ ഫൈൻ പൗഡർ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് തരിതരിപ്പ് വേണം. അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് നമ്മുടെ കായപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കരിവേപ്പില, പിന്നെ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാലയും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ ഈ ഓയിൽ അതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കാം. വിനാഗിരി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നന്നായി ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം രാത്രി മൊത്തം മൂടി വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ ഒന്ന് വെയിൽ കൊള്ളിക്കുക. നന്നായി വെയിൽ ഒന്ന് കൊണ്ട ശേഷം അതിലേക്ക് മസാല എല്ലാം ഇറങ്ങി അതിലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചൂടായിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.